സ്വാതന്ത്ര്യ സമര സേനാനി, അതുല്യനായ കവി, ധീരനായ പത്രാധിപർ, സാമൂഹ്യ വിപ്ലവകാരി, ബഹുഭാഷാ പണ്ഡിതൻ, വേദജ്ഞാനി സുബ്രഹ്മണ്യ ഭാരതിയെപ്പോലെ ഈ വിശേഷണങ്ങൾക്കൊക്കെ അർഹർ അധികമില്ല. 19-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനനം. എന്നിട്ടും മതസൗഹാർദ്ദം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നീ ആധുനിക മൂല്യങ്ങളിൽ അദ്ദേഹം അടിയുറച്ചു നിന്നു. സുബ്രഹ്മണ്യ ഭാരതി എന്ന ഭാരതിയാർ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ അഭിമാന സ്തംഭമാകുന്നത് അങ്ങനെയാണ്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കവിതയിലും സംഗീതത്തിലും കഴിവ് തെളിയിച്ച സുബ്രഹ്മണ്യന് 11-ാം വയസ്സിൽ എട്ടയാപുരത്തെ രാജാവ് സമ്മാനിച്ച പദവിയാണ് ഭാരതി. കൗമാരത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഭാരതി സംസ്കൃതമടക്കം വിവിധ ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അറബി ഭാഷകളിലും പ്രാവീണ്യം നേടി. ഉപരിപഠനത്തിന് കാശിയിലെത്തിയ ഭാരതി അക്കാലത്ത് ഉയർന്നുവന്ന ദേശീയ പ്രസ്ഥാനത്തിലും ആകൃഷ്ടനായി. 1901 തമിഴ്നാട്ടിൽ മടങ്ങിയെത്തി മധുരയിൽ തമിഴ് അധ്യാപകനായി ജീവിതമാരംഭിച്ച സുബ്രഹ്മണ്യ ഭാരതി പതിയെ പത്രപ്രവർത്തനത്തിലേക്കും കടന്നു. തമിഴിൽ വിജയബാലഭാരതം, ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നീ ദേശീയവാദ പ്രസിദ്ധീകരണങ്ങൾ ഭാരതി ആരംഭിച്ചു. ഒപ്പം തമിഴ് കാവ്യലോകത്ത് ആധുനികതയുടെയും ദേശീയതയുടെയും ധാരകൾ ഉദ്ഘാടനം ചെയ്ത കവിതകളും രചിച്ചു. പത്രാധിപരായ വാരികയുടെ ഉടമസ്ഥനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് ഭാരതി പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നത്. അവിടെയും അദ്ദേഹം ധാരാളം പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുകയുണ്ടായി. പോണ്ടിച്ചേരിക്കാലത്ത് തീവ്രദേശീയ നേതാക്കളായിരുന്ന അരവിന്ദ് ഘോഷ്, ലാലാ ലജ്പത് റായ് തുടങ്ങിയവരുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തി. തന്റേതായ ഒരിടം നേടിയ മഹത് വ്യക്തിത്വമായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി. സ്ഥിരമായി പോയിരുന്ന ക്ഷേത്രദർശനത്തിനിടെ ഒരാനയുടെ കുത്തേറ്റാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം നമ്മുടെ സാമൂഹ്യ ലോകത്തിന് സമ്മാനിച്ച കൃതികളിലൂടെ, അതിലൂടെ പങ്കുവയ്ക്കപ്പെട്ട മൂല്യങ്ങളിലൂടെ ഇന്നും നമുക്കിടയിൽ നിറസാന്നിധ്യമായി നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.